മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് അത് പറയാൻ എന്തുകൊണ്ടും അർഹതയും പക്വതയുമുള്ള പണ്ഡിത നേതൃത്വം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തുന്ന കേരള യാത്ര ഏപ്രിൽ 12 മുതൽ 28 വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കുമ്പോൾ സമൂഹം ആവശ്യപ്പെടുന്ന ഒരു പ്രമേയത്തിന്റെ വിവിധ തലങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുന്ന കേരളത്തിലെ 1000-ഓളം വരുന്ന മഹല്ല് സമ്മേളനം. സഹോദരങ്ങളെ, പ്രമേയ പ്രഭാഷണത്തിൽ നിന്ന് ഈ യാത്രയുടെ ആവശ്യകതയും അതിന്റെ അനിവാര്യതയും എപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദൈനംദിനം പത്രങ്ങളും മറ്റു മീഡിയകളും വായിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് പ്രധാനപ്പെട്ട കാന്തപുരമുക്ത ഉയർത്തിപ്പിടിക്കുന്ന ഈ പ്രമേയവും അതിന്റെ അനുബന്ധ പദ്ധതികളും അതിന്റെ അനിവാര്യത തിരിയാൻ ഇനി നമുക്ക് കൂടുതൽ ആലോചനയും ശ്രദ്ധയും ആവശ്യമില്ല. ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച 6-ാം നൂറ്റാണ്ട് ഇടയില്ലാത്ത ആദ്യം പറ്റങ്ങളെ പോലെ ജീവിതത്തിൽ അക്രമ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസിക സഞ്ചയത്തെ ധാർമ്മികതയുടെയും മാനസികതയുടെയും മഹത്തായ ജീവിത ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട ദിവസങ്ങൾ ചരിത്രത്തിലേക്കും നമുക്ക് ബോധ്യപ്പെടുന്നു. ഏതൊരു കാലത്തും സമൂഹം വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ആ സമൂഹത്തെ നന്മയുടെ വഴിയിലേക്കും വെളിച്ചത്തിന്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ദൗത്യമേൽപ്പിക്കപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയിലേക്ക് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. യുടെ ആഗമനത്തോടുകൂടെ ആ പ്രവാചക പരമ്പരയ്ക്ക് സമാപ്തി കൊടുക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യത്വവും അതുപോലെ മാനവികതയും നഷ്ടപ്പെട്ടു മൂല്യങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ട് തീർത്തും അധാർമികതയും അരാജകത്വവും മാത്രം ജീവിതമായി സ്വീകരിക്കുകയും ആ ഒരപ്പത്തിൽ ജീവിത പരിസരങ്ങളെ കെട്ടിപ്പടുക്കുകയും ചെയ്തു വഴിതെറ്റിക്കൊണ്ടിരുന്നൊരു സഞ്ചയത്തെ മൂല്യങ്ങളെ പഠിപ്പിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ ജീവിതത്തിലൂടെ മാനവികതയും ധാർമ്മികതയും മനുഷ്യത്വത്തെയും ആ സമൂഹത്തോട് കുറിച്ചു പറഞ്ഞപ്പോൾ അനുധാർമ്മകളുടെ ജീവിതമായി സ്വീകരിച്ചിരുന്ന സമൂഹം അവരുടെ തിന്മകളെ മാറ്റിവെക്കുവാനും ധാർമ്മികതയുടെ ജീവിതത്തേക്ക് ജീവിതം സ്വീകരിക്കുവാനും തയ്യാറായി. എന്നാൽ വർത്തമാന കാല സാഹചര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സഹോദരങ്ങളെ 6-ാം നൂറ്റാണ്ടിനേക്കാൾ അപ്പുറം അനിമത്രമായ സാഹചര്യത്തിലൂടെ വർത്തമാനകാല മാനുഷിക ജീവിതങ്ങൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു പ്രവാചകന്റെ ആഗമനം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് സമൂഹത്തിന്റെ ജീവിത പരിസരങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഒരു പ്രവാചകൻ ഇനി കടന്നു വരികയില്ല, അങ്ങനെ ഒരു വരവിനെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരിക്കലും അങ്ങനെ ഒരു പ്രവാചകൻ വാദവുമായി പോകാൻ ഇസ്ലാം അംഗീകരിക്കുന്നതുമല്ല. പക്ഷേ ആ പ്രവാചകന്മാരൊക്കെയും ഇവിടെ ചെയ്തുകൊണ്ടുള്ള ദൗത്യം ഈ സമൂഹം അധമസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂല്യങ്ങൾ ഉയർത്തിരിക്കുന്നപ്പോൾ ആ സമൂഹത്തിന് കൈമോശമായ
അനുഗ്രഹം തിരിച്ചു നൽകി അവരെ നന്മയുടെ വഴിയിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ പ്രവാചകന്മാർ ബഹുമാനപ്പെട്ട അടുത്തുള്ളവർ വഴിക്കൊണ്ടല്ലമ അവരുടെ ദൗത്യ നിർവഹണം പൂർത്തീകരിച്ച് അവർ നടത്തുന്ന പ്രഖ്യാപനവും അവിടുത്തെ അനുസരന്മാരെ ഏൽപ്പിക്കുകയും ആ അനുസരന്മാരിലൂടെ സഹോദരങ്ങളെ ആ പ്രബോധന പ്രവർത്തനത്തിന്റെ ദൗത്യവും ഉത്തരവാദിത്വവും ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിലെ പോരട്ടെയും അവരുടെ അനൈക്യങ്ങളും അധാർമികതയും ഉടലെടുത്തപ്പോഴൊക്കെ അവരുടെ ധാർമ്മികതയും മനുഷ്യത്വവും പഠിപ്പിച്ച ആ പ്രവാചകന്മാരുടെ പിന്മുറക്കാനായി ഈ സമൂഹം അപക്രമിക്കുകയും സമൂഹത്തിന്റെ പാദങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുകയും ചെയ്യുമ്പോൾ അവരെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടത് ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചത് ഇവിടപ്പെട്ടിരുന്നതായി അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ് അനന്തരവാസികളാണ് നന്ദന്മാർ അവർ അനന്തരപ്പെടുത്തുന്നത് കേവലം സമ്പത്തല്ല ഒരു സമൂഹത്തിലാവുമല്ല പ്രബോധനവുമാറിയുന്ന അല്ലാഹുവിനെ പ്രഖ്യാപിക്കുമ്പോൾ ആ കൈമാറുന്ന അവിടുത്തെ പ്രബോധന പ്രവർത്തനം അതെന്നുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ട അനിവാര്യമായ ഒരു സാഹചര്യമായ നമ്മുടെ ഇന്നത്തെ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ സഹോദരങ്ങളെ എന്ന പദം ചിലപ്പോൾ ചില ആളുകളുടെ അവകാശമായി സമൂഹത്തിന് മുന്നിൽ പണ്ഡിതൻ ആ പണ്ഡിതന് കിട്ടേണ്ട ചില അവകാശങ്ങളുടെ പ്രഖ്യാപനമായി ചിലരിതിനെ ഉപയോഗിച്ചു കൊടുക്കുന്നുവെങ്കിൽ പക്ഷേ ബഹുമാനപ്പെട്ട കാന്തോമുത്താദിന്റെ ജീവനം കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമുദ്രങ്ങളുടെ സമീപത്തിലൂടെ പണ്ഡിതരെ കുറ്റത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ആ ഒരവകാശ പ്രഖ്യാപനത്തിനപ്പുറം അമ്പിയാക്കൾ കൈമാറി തന്ന എൽമിന്റെ അനന്തരാവകാശം പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം അത് നിർവഹിക്കേണ്ട അനിവാര്യമായ സമയമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ഈ സമൂഹത്തോടത് പറയാൻ കേരളത്തിലത് വിളിച്ചു പറയാൻ എന്തുകൊണ്ടും അർഹതയും പക്വതയും അവകാശവുമുള്ള ഒരു പണ്ഡിത നേതൃത്വം സമസ്തകേരളത്തിലും ആ പണ്ഡിത നേതൃത്വം നൽകുന്ന താജുലമയും ബഹുമാനപ്പെട്ട കമറുലമയും ബഹുമാനപ്പെട്ട കാന്തോമുത്താദും ഈ കേരള യാത്ര നടത്തുന്നത് കേവലം അതിർത്തി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഹൈവേയിലൂടെയുള്ള ഒരു ഓട്ടമല്ല ആ ഒരു യാത്ര അത് കേവലം ഏപ്രിൽ 12 മുതൽ 28 വരെ 16 ദിവസങ്ങളാണ് കേരളത്തിൽ നിന്ന് നടക്കുന്നതെങ്കിൽ പക്ഷേ അതിന്റെ പ്രഖ്യാപനം നിങ്ങൾക്കറിയാം നമ്മുടെ ഈ സമീപ പ്രദേശമായി ഡിസംബർ 3-ന് അത് കുറ്റിപ്പുറത്തുള്ള യാത്രയുടെ പ്രഖ്യാപനം നടന്നപ്പോൾ ആ ദിവസം മുതൽ 5 മാസക്കാലത്തോളം ആ ഒരു യാത്രയുടെ ഓരം കുറിച്ചുകൊണ്ട് ഈ സമൂഹത്തോട് കുറിച്ചു പറയുന്ന ധാരാളം വിഷയങ്ങളെ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ മഹല്ലു സമ്മേളനം. നേരത്തെ സുഹൃത്തുക്കൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ന് മാനസികതയെ കളഞ്ഞു പിടിക്കുന്ന അധാർമികതയിലേക്ക് കൂട്ടുകുത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികളാണ്. വളർന്നു വരുന്ന തലമുറ കയ്യിൽ പിടിക്കുന്ന മൊബൈൽ ഫോണുകളും കെട്ടി നടക്കുന്നവരുടെ ബൈക്കുകളും അവരുടെ ജീവിതത്തെ മറ്റൊരു സാഹചര്യങ്ങളിലേക്കും മാറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമൂഹം വിദ്യാർത്ഥി തലമുറ അവരുടെ അറിവെന്താണ് അതിന്റെ വിലയെന്താണെന്ന് തിരിച്ചറിയാതെ അറിവും അതിന്റെ വിപുലയും മാറ്റിവെച്ച ജീവിതം എന്നത് അടിച്ചു പൊളിക്കുക എന്ന അധാർമിക ജീവിത പരിസരങ്ങളിലൂടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിദ്യാർത്ഥി തലമുറക്ക് മാനവികതയുടെ ധാർമ്മികതയുടെ മൂല്യങ്ങൾ പകർന്നുകൊണ്ടാണ് മഹല്ലു സമ്മേളനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥി സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ മാനവികതയെ ഉണർത്തുന്നു എന്ന ഈ സമയം ചെയ്യുമ്പോൾ അത് കേവലം മുസ്ലിങ്ങളുടെ മാത്രം ഒരു വിഷയമല്ല. സമൂഹത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മതത്തിലുള്ള ആളുകളും ഇവിടെ അരാജകത്വവാദികളായി കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദുരന്തത്തിന് പരിഹാരം പറയാൻ വിവിധ രാഷ്ട്രീയ കക്ഷികളെയും സാംസ്കാരിക നായകരെയും വിളിച്ചിരുത്തി നടക്കുന്ന മാനവിക സദസ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ മനസ്സുകളെ ഉണർത്തുകയും മൂല്യങ്ങളിലേക്ക് സദാചാരബോധത്തേക്ക് നമ്മ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ സമൂഹം അനുഭവിക്കുന്ന വ്യതയും ആദിയും വരച്ചിടുന്ന നമ്മുടെ ഖുർആനിന്റെ പ്രദർശനം അതൊരു വലിയ സന്ദേശമാണ്. കേവലം ചില ചിത്രങ്ങൾക്കപ്പുറം
ആ ചിത്രങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്ന, നമ്മുടെ മനസ്സുകളെ തൊട്ടുണർത്തുന്ന ഒരു വലിയ സന്ദേശങ്ങളുണ്ട്. സ്വരാജ് പ്രദർശനം ഈ മഹല്ല് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുകയാണ്. അതുപോലെ തന്നെ സമാപന സമ്മേളനങ്ങളിൽ ഈ മാനവികതയെ ഉണർത്തുന്നു എന്ന സഹോദരങ്ങളെ, നമ്മുടെ ഈ സമൂഹം ഇന്ന് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബ്രിട്ടനിലെയും അമേരിക്കയിലൂടെയും പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുടെയും ഒക്കെ കഥകളായി നാം വായിക്കുകയും അത് അവിടെയല്ലേ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇന്നത് മാറി നമ്മുടെ മൂക്കിന് മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കൺവെട്ടത്തുള്ള ഗ്രാമങ്ങളിലാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള മാനവികതയുടെ തകർച്ചയും മനുഷ്യത്വരഹിതമായ പ്രവണതകളും അരാജകത്വങ്ങളും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സമൂഹത്തിൽ എല്ലാ തലങ്ങളിലുമുള്ളവർ, നേരത്തെ ഗോവിന്ദസ്വാമിയുടെ കഥ പറഞ്ഞപ്പോൾ വിദ്യാസമ്പന്നർ അവരുടെ വിദ്യ, അവരുടെ അറിവ് കേവലം ഈ സമൂഹത്തോട് സമർപ്പിക്കേണ്ട സേവനത്തിനപ്പുറം ഇവിടത്തെ കോർപ്പറേറ്റ് കമ്പനികളുടെ നോട്ടിന്റെ കെട്ടിന്റെ ധനം നോക്കിക്കൊണ്ട് അവർ വിധി പറയുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും മാറ്റിയതുപോലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അഭ്യസ്ത വിദ്യനടക്കം ഇവിടുത്തെ സാധാരണ ആളുകളടക്കം ഈ സമൂഹത്തിൽ എല്ലാ തലങ്ങളിലുമുള്ളവർ മാനവികതയുടെ തിരസ്കാരം അവരുടെ ജീവിതങ്ങളിൽ സംഭവിക്കുകയും മൂല്യങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ മഹല്ല് സമ്മേളനത്തിന് പ്രസക്തിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ വരെ അടുത്ത മാസങ്ങളിലായി വിവിധ തലങ്ങളിൽ ഈ സമൂഹത്തിൽ ഈ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വർത്തമാന പത്രങ്ങളെ വിലയിരുത്തുകയും വായിക്കുകയും ചെയ്യുന്ന നിങ്ങൾ, അല്ലെങ്കിൽ ഈ സമൂഹം, ഈ ഇങ്ങനെയുള്ള യാത്രയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഈ പ്രാസ്ഥാനിക കുടുംബവും ഉയർത്തിപ്പെടുന്ന ഈ ഒരു പ്രമേയത്തിന്റെ അനിവാര്യതയും ഈ സമൂഹത്തോട് കൂടുതൽ പറയണമെന്ന് തോന്നുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും അവിടുത്തെ പണ്ഡിത നേതൃത്വവും ഈ പ്രാസ്ഥാനിക കുടുംബവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഇസ്ലാം ഏൽപ്പിച്ച, അല്ലെങ്കിൽ അമ്പിയാക്കൾ ഏൽപ്പിച്ച ഒരു ദൗത്യം, ആ പണ്ഡിത ദൗത്യത്തിന്റെ പുനർഭയാണ്, അതിന്റെ പ്രായോഗികതയാണ് ഈ യാത്രയിലൂടെ ബഹുമാനപ്പെട്ട ഉസ്താദ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സമൂഹത്തോട് വിളിച്ചു പറയേണ്ടതല്ലേ, ഈ ഒരു യാത്ര കേരളത്തിൽ ആവശ്യമല്ലേ എന്നത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാർമ്മികത കൊതിക്കുന്ന, മൂല്യങ്ങളുടെ നിലനിൽക്കണമെന്ന് കൊതിക്കുന്ന, മാനവികതയുടെ പുലരണമെന്ന് കൊതിക്കുന്ന ഇവിടെ അരാജകത്വങ്ങളും അതുപോലെ തന്നെ ധാർമ്മികതയും ഈ നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ യാത്രയെ പിന്തുണച്ചേ പറ്റൂ, അല്ലെങ്കിൽ പിന്തുണക്കാൻ നിർബന്ധിതരാകുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനങ്ങളും ഈ യാത്രയും ഈ സമൂഹത്തിന്റെ ഈ പ്രമേയത്തിന്റെ ചർച്ചകൾക്ക് വേണ്ടിയാണ് ഈ പ്രാസ്ഥാനിക കുടുംബം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞാനെന്റെ വിഷയത്തിലേക്ക് വരുന്നു. ഈ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ, മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയത്തിന്റെ ചർച്ച നടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ വിശ്വാസപരമായ വിഷയങ്ങൾ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു ഷഹാദ, ആ തൗഹീദാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ വിഷയം. അവന്റെ ജീവിതത്തിന്റെ പങ്ക് ആ ഒരു കലിമത്തു ഷഹാദയാണ്. അവന്റെ ജീവിതത്തിൽ അവൻ പുലർത്തേണ്ടത്, അവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടു നടക്കേണ്ടത്, അതിനെ ഉൾക്കൊള്ളുന്ന വിശ്വാസവും അനുഷ്ഠാനങ്ങളുമാണ്. ആ ഒരു വിശ്വാസവും അനുഷ്ഠാനവും തൗഹീദും പൂർണ്ണമായി നിലനിൽക്കണമെങ്കിൽ, പുലരണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില സ്നേഹങ്ങളും ആദരവുകളും ഉണ്ടാകേണ്ടതുണ്ട്. നാം ഉൾക്കൊള്ളുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഈ കലിമത്തു ഷഹാദയുടെ തൗഹീദിന്റെ പൂർണ്ണത, ആ വിശ്വാസത്തിന്റെ പൂർണ്ണതയ്ക്ക് സഹോദരങ്ങളെ ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകേണ്ട ഒരു വിഷയമാണ് സ്നേഹവും ആദരവും, അതുപോലെ തന്നെ ധർമ്മവും വിനയവും. അത് മുസ്ലിമിൽ നിന്നുണ്ടാകുമ്പോഴാണ് ഈ വിശ്വാസത്തിന്റെ പൂർണ്ണതയുണ്ടാകുന്നത്. ഇസ്ലാം ഒരു മനുഷ്യനിൽ നൽകുന്നത് വിനയത്തിന്റെയും ആദരവിന്റെയും മനസ്സുകളാണ്. എങ്ങനെയാണ് ഈ വിനയവും ആദരവും ഉണ്ടാകുന്നത്? അതെങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ കാരണമാകുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത് വിശ്വസിക്കുമ്പോഴാണ് അവന്റെ ഈമാൻ പൂർണ്ണമാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൽ മാത്രം അവിടെ നിന്നാൽ അവന്റെ ഈമാൻ പൂർണ്ണമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത് അവൻ വിശ്വസിക്കുമ്പോഴേ അവന്റെ ഈമാൻ പൂർണ്ണമാകുന്നുള്ളൂ, അവന്റെ തൗഹീദ് പൂർണ്ണമാകുന്നുള്ളൂ. ആ തൗഹീദിനെ അവൻ അംഗീകരിക്കുമ്പോൾ, ആ തൗഹീദിനെ അവൻ സ്വീകരിക്കുമ്പോൾ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിനെ അവൻ അംഗീകരിക്കുമ്പോൾ
അതിലൂടെ അവൻ കാണിക്കുന്ന വിനയവും ആദരവും എന്താണ്? അള്ളാഹു മാത്രം പോരാ, ആ അള്ളാഹുവിനെ എനിക്ക് പരിചയപ്പെടുത്തിയ, ആ അള്ളാഹുവിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ അംഗീകരിച്ചേ പറ്റൂ, ആ നബിയെ ഞാൻ വിശ്വസിച്ചേ പറ്റൂ. ആ നബിയെ കുറിച്ചുള്ള വിശ്വാസവും അംഗീകാരവും പൂർണ്ണമാകുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നത് പൂർണ്ണമാകുന്നത്. നമ്മളായിരിക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാധാരണത്വത്തെ നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളെ നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നു. എനിക്ക് അല്ലാഹ് മാത്രം മതി, നബി എനിക്ക് ആവശ്യമില്ല എന്ന ആ ധിക്കാരം ഉണ്ടാകുമ്പോൾ അവന്റെ തൗഹീദ് പൂർണ്ണമല്ല. ആ ധിക്കാരം പുലർത്തിയ പല ആളുകളും ഈ മതത്തിന്റെ ഉള്ളിൽ, മതത്തിന്റെ പേരിൽ ജീവിക്കുന്ന പലരും, ഇവിടെ പ്രതിതരത്തിന്റെ കക്ഷികൾ, അവർക്ക് സംഭവിച്ച വീഴ്ച ഈ ഒരു ധിക്കാരമായിരുന്നു. സ്നേഹവും ആദരവും വിനയവും പ്രകടിപ്പിക്കേണ്ടതിനപ്പുറം അല്ലാഹുവിന്റെ റസൂലിനെ അവഗണിക്കുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി നിർത്തി ഒരു തൗഹീദ് നമുക്ക് പൂർണ്ണമല്ല. കാരണം നമുക്കറിയാം, ആ തൗഹീദ് നമുക്ക് കിട്ടണമെങ്കിൽ, വിശുദ്ധ ഖുർആൻ കിട്ടണമെങ്കിൽ, വിശുദ്ധ ഇസ്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലാഹുവിൽ നിന്ന് നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ മലക്ക് മുഖേനയാണ്. ആ മലക്കിനെ കാണാനോ, ആ മലക്കിനെ കേൾക്കാനോ, ആ മലക്കിനെ ഉൾക്കൊള്ളുവാനോ, ആ മലക്കിനെ സ്വീകരിക്കുവാനോ എനിക്കെന്റെ ശാരീരിക പ്രകൃതിയില്ല. അതിന് രൂപത്തിലുള്ള ശാരീരിക പ്രകൃതി എനിക്കില്ല. അതുകൊണ്ട് തന്നെ മലക്കിനെ കാണാൻ എനിക്ക് കഴിയില്ല, മലക്കിനെ കേൾക്കാൻ എനിക്ക് കഴിയില്ല. കാരണം നമുക്കറിയാം, നാം നമ്മുടെ ചെനക്കല പള്ളിയിലോ നമ്മുടെ നാടുകളിലോ നമ്മുടെ പള്ളികളിൽ നാം ജമാഅത്തിൽ പങ്കെടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്, ആ ജമാഅത്തിൽ മലക്കുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നാണ്. വർഷങ്ങളോളം ഞാൻ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്തിട്ട് ഞാൻ ഇതുവരെ ഒരു മലക്കിനെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തെറ്റാണല്ല. ആ മലക്കിനെ കാണാനുള്ള കണ്ണ് നമുക്കില്ല എന്നാണ്, ആ മലക്കിനെ കേൾക്കാനുള്ള കാതിരിക്കില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ മലക്കിനെ കാണാൻ കഴിവുള്ള, മലക്കിനെ കേൾക്കാൻ കഴിവുള്ള, മലക്കിന്റെ പ്രകൃതിയെ സ്വീകരിക്കാൻ കഴിയുന്ന ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചേ പറ്റൂ, അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള വിനയവും അവിടുത്തെ ആദരവും ആ സ്വീകാര്യതയും അല്ലാഹുവിന്റെ റസൂലിന്റെ അസാധാരണത്വത്തെ അംഗീകരിക്കലും അത് നമ്മുടെ തൗഹീദിന്റെ പൂർണ്ണതയാണ്, വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ കാരണങ്ങളാണ്. സഹോദരങ്ങളുടെ മനസ്സുകളിൽ നിന്ന് സ്നേഹമുണ്ടാകുകയുള്ളൂ. ആ സ്നേഹം അത് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ കാരണങ്ങളാണ്. ഞാൻ ചുരുക്കുന്നു, സ്നേഹം എങ്ങനെയാണ് വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ കാരണങ്ങളാകുന്നത്? അത് നാം സ്നേഹിക്കേണ്ട ചില ആളുകളുണ്ട്. ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? ഒന്നാമതായി അല്ലാഹുവിനെ സ്നേഹിക്കണം. ആ സ്നേഹം അത് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയാണ്. അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കണം, അല്ലാഹുവിനെ അംഗീകരിക്കേണ്ട രൂപത്തിൽ അംഗീകരിക്കണം, അല്ലാഹുവിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളണം. പക്ഷേ ആ അല്ലാഹുവിനെ സ്വീകരിക്കേണ്ടതിനപ്പുറം അതിനപ്പുറം അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചവരെ ആ ഒരു കൂട്ടർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിനോട് ധിക്കാരം പ്രകടിപ്പിച്ചവരാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിനപ്പുറം ധിക്കാരവും അപവാദവും പറഞ്ഞവർ അത് മക്കാമുശ്രിക്കുകളാണ്. മക്കാമുശ്രിക്കുകൾ അവർ അല്ലാഹുവിനെ കുറിച്ച് അപവാദം പറഞ്ഞവരാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അപവാദം പറഞ്ഞവരാണ്. അതേ വിശ്വാസം അത് ഖുർആൻ പറഞ്ഞുള്ളൂ. വിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തി. അല്ലാഹുവിനെ കുറിച്ച് അപവാദം പറഞ്ഞ മക്കാമുശ്രിക്കുകൾ അവർ അല്ലാഹുവിനെ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിച്ചിട്ടില്ല. അവർ അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിച്ചത് അല്ലാഹുവിന്റെ മലക്കുകളാണ്, അല്ലാഹുവിന്റെ പെൺമക്കളാണെന്നാണ്. അതുപോലെ തന്നെ അല്ലാഹുവിനെ കുറിച്ച് അവർ പറഞ്ഞത് അല്ലാഹു പിതാവാണെന്നാണ്. ഇങ്ങനെ അല്ലാഹുവിനില്ലാത്ത അപവാദം പറഞ്ഞ മക്കാമുശ്രിക്കുകൾ ആ മക്കാമുശ്രിക്കുകളുടെ വഴിയിൽ സ്വീകരിച്ചുകൊണ്ട് ഇന്നു മുന്നോട്ട് പോകുന്ന വിതഴികൾ അവർ അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടതിന് പകരം അല്ലാഹുവിനെ ധിക്കരിക്കുകയും അപവാദം പറയുകയും ചെയ്യുന്നവരാണ്.
എങ്ങനെയാണ് അവർ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്? അവർ അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് മക്കാ മുശ്രിക്കുകളെ പോലെ അല്ലാഹുവിനെ ക്ഷണവൽക്കരിക്കുകയും ഒരു കാലത്ത് 1952 ഈ ഇവിടുത്തെ വിദഗ്ധകൾ വിശ്വസിച്ചത് അവർ പറഞ്ഞത് അല്ലാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന് കാലുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന് കണ്ണുണ്ടെന്ന് പറഞ്ഞാൽ അത് കാഫിറാണ്. ആ വിശ്വസിക്കുന്നവൻ പറയുന്നവൻ കാഫിറാണ് എന്ന് 1952 എഴുതി വെക്കുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അല്പം ഇങ്ങോട്ട് വന്നപ്പോൾ അതേ വിദഗ്ധ കക്ഷികൾ അവരുടെ തൗഹീദ് മാറി മറിയുകയാണ്. പിന്നീട് അവർ പറഞ്ഞത് അല്ലാഹുവിന്റെ വലത്തെ കൈയിലാണ് ആകാശമുള്ളത്, ഇടത് കൈയിലാണ് ഭൂമിയുള്ളത്. അല്ലാഹു വലത് കൈയിൽ ആകാശവും ഇടത് കൈയിൽ ഭൂമിയും താങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പിന്നീട് പറയുകയും അല്പം കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വിദഗ്ധ നേതാവ് എഴുതിവെക്കുകയും പ്രസംഗിക്കുകയും ചെയ്തത് അല്ലാഹുവിന്റെ ഇടത്തെ കൈയ്യ് അത് തൽക്കാലം അവിടെ നിന്ന് ഊരിയെടുത്ത് മാറ്റിയെടുത്ത് അത് വലതേ ഭാഗത്തേക്ക് പിറ്റിയിരിക്കുന്നു. അല്ലാഹുവിനിപ്പോൾ വലതുഭാഗത്താണ് 2 കൈകളുള്ളത്, ഇടതുഭാഗത്ത് കൈയില്ല. ഇങ്ങനെ ഭൂതങ്ങളെ കുരങ്ങന്റെ കയ്യിലെ പൂമാലയെ പോലെ, കുട്ടികളുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളെ പോലെ അല്ലാഹുവിനെ കുറിച്ച് ധിക്കാരവും തോന്നിവാസവും പറഞ്ഞ് അല്ലാഹുവിനെ കുറിച്ച് അപവാദം പറഞ്ഞ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം വെച്ച് പുലർത്തുകയും ഇവിടത്തെ മറ്റു മതക്കാരുടെ, ഹൈന്ദവ മതക്കാരുടെയും മറ്റു മതക്കാരുടെയും ഒക്കെ ദൈവിക സങ്കല്പങ്ങളെ പോലും അറിയണമെന്ന് ആവർത്തിക്കും വിധം അല്ലാഹുവിനെ ക്ഷണവൽക്കരിക്കുകയും അല്ലാഹുവിന്റെ പൂരയും അല്ലാഹുവിന്റെ തന്തിയും ഇന്ന് വേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക്, ഇസ്ലാമിന്റെ തൗഹീദിനെ വിജയമാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് ഇവിടുത്തെ വിദഗ്ധകളാണ്. അപ്പോൾ അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കേണ്ടവരാണ്. അത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. അല്ലാഹുവിനെ ധിക്കരിക്കുകയും അപവാദം പറയുകയും ചെയ്യുക അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. അത് പുലർത്തുന്നതാണ് ഇവിടുത്തെ വിദഗ്ധകൾ. രണ്ടാമതായി നാം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരൻ എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ പാപ്പി എന്ന് വിളിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണ അംഗീകരിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകൃതിയെ അംഗീകരിക്കേണ്ടതുണ്ട്, അവിടുത്തെ സവിശേഷതകൾ അംഗീകരിക്കേണ്ടതുണ്ട്, അവിടുത്തെ കാഴ്ചയെയും കേൾവിയെയും അംഗീകരിക്കേണ്ടതുണ്ട്. അതിനപ്പുറം അതാണ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം. അത് വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ ഈ മഹാന്മാരായ സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു. അത് പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ ദോഷി എന്ന് വിളിക്കുന്നത് അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമല്ല, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള വെറുപ്പാണ്. ആ വെറുപ്പ് പ്രകടിപ്പിക്കുന്നതാണ് ഇവിടുത്തെ വിദഗ്ധകൾ. അവർ അല്ലാഹുവിന്റെ റസൂലിനെ ഒരു ദിവസം 70-100 തവണ തെറ്റ് ചെയ്യുന്നവരാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുകയും സാധാരണക്കാരനാണെന്ന് പറയുകയും കേവലം ഒരു പോസ്റ്റ് വേണ്ട റോളിലാണ് അല്ലാഹുവിന്റെ റസൂലുള്ളതെന്ന് പ്രചരിപ്പിക്കുകയും മേൽവിലാസക്കാരന്റെ നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് ഒരു കത്ത് അത് കൊണ്ടുവന്നു തരാൻ അയൽക്കാരുടെ കയ്യിൽ നിന്ന് നമ്മിലേക്ക് എത്താൻ കൊണ്ടുവന്നു തരാൻ ഇടനിലക്കാരനായി പോസ്റ്റ്മാൻ പ്രവർത്തിക്കുമ്പോൾ കേവലം ഒരു പോസ്റ്റ്മാന്റെ റോളിൽ മാത്രമാണ് അല്ലാഹുവിന്റെ റസൂലുള്ളത് എന്ന് പറയുകയും സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് സംബോധന നടത്തിയിട്ടുള്ളത് അയ്യുഹൽ മുസ്തമിഊ അയ്യുഹൽ മുദ്ദസ്സിറു എന്ന് തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെയാണ്. മുഹമ്മദ് ഒരിക്കലും അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹു വിളിക്കാൻ പോലും അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആദരവിന്റെ പേരിൽ അല്ലാഹു പോലും പദപ്രയോഗത്തിന് മടിച്ചു നിന്നപ്പോൾ ഇവിടുത്തെ വിദഗ്ധകൾ അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തിയത് കേവലം ഒരു മായവാക്കായെന്നാണ്. അല്ലാഹുവിനെ വിളിക്കാൻ തയ്യാറില്ലാത്തൊരു പേര് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കേണ്ടി വന്നപ്പോൾ സഹോദരങ്ങളെ വിളിച്ചെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള വെറുപ്പാണ്, സ്നേഹമല്ല. ആ വെറുപ്പിന്റെ ആഴം എവിടെ കൊണ്ടെത്തിക്കുന്നു നമുക്കറിയാം. വേറെ മുസ്ലിം ലോകം എല്ലാ പ്രാർത്ഥനകളിലും 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷവും അതുപോലെ അവർ പങ്കെടുക്കുന്ന മുഴുവൻ പ്രാർത്ഥനകളിലും അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഞങ്ങളുടെ നേതാവിനെ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഹിദായത്തിന്റെ വെളി ചുമത്തിച്ചു തന്ന ആ ഹബീബിന്റെ ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം തവണ ഹബീബിന്റെ ചാരത്ത് ചെന്നു നിൽക്കുവാനും അവിടത്തേക്ക് സലാം പറഞ്ഞ് ആ പച്ചക്കുപ്പയിലേക്ക് നോക്കി കൺമുളിർത്തിക്കണ്ട് മനം നിറഞ്ഞ് സന്തോഷിക്കുവാനും ഞങ്ങൾക്ക് അവസരം തരണമെന്ന് തൗഫീഖ് തരണമെന്ന്
ഉണ്ടാകണമെന്ന് ലോക മുസ്ലിങ്ങൾ 5 തവണയും എല്ലാ പ്രാർത്ഥനകളിലും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ വിദായികൾ അവരുടെ വെറുപ്പ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള വെറുപ്പ് എവിടെ എത്തിച്ചുവെന്നോ, ഞങ്ങൾക്ക് സൗദിയുടെ ഭരണം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ആദ്യമായി ഞങ്ങൾ ചെയ്യുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവരുടെ മുകളിൽ കെട്ടിപ്പൊക്കിയ പച്ച കുബ്ബ തച്ചു തകർക്കുകയും പൊളിച്ചു മാറ്റുകയും മസ്ജിദുൻ നബവിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരമെടുത്ത് പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് പറയേണ്ടി വന്നുവെങ്കിൽ പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ ഹബീബിനോടുള്ള റസൂലുള്ളാഹിയോടുള്ള വെറുപ്പാണ് വിദഅകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. അത് ഇസ്ലാമല്ല. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് അവിടുത്തെ മഹത്വം അംഗീകരിക്കണം, അസാധാരണത്വം അംഗീകരിക്കണം, അവിടുത്തെ ദേശീയെന്ന് വിളിക്കാൻ കഴിയുകയില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം. അവിടുത്തെ മൗലിദ് ഓതണം, അവിടുത്തെ മദ്ഹ് പറയണം, അവിടുത്തെ കീർത്തനങ്ങൾ പറയണം. അതുപോലെ നമ്മൾ സ്നേഹിക്കേണ്ട മറ്റൊരു വിഭാഗം അത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളാണ്. അവരെങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? അവരുടെ സ്നേഹത്തിന്റെ ഭാഗമാണ് അവരുടെ മൗലിദ് നടത്തുക, അവരുടെ കുതുബിയത്ത് നടത്തുക, അവരുടെ റാത്തീബ് നടത്തുക. ഇങ്ങനെ തുടങ്ങിയുള്ള അവരുടെ മാലകളും മൗലിദുകളും അത് അവരോട് കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളാണ്, അവരോട് കാണിക്കുന്ന ആദരവുകളാണ്. പക്ഷേ അത് ചുരുക്കാണ്, വിദഅത്താണ് എന്ന് പറഞ്ഞ് അതിന് ചുരുക്കിന്റെയും വിദഅത്തിന്റെയും കഴിവനുസരിച്ച് ആ ഔലിയാക്കളെ ആദരിക്കുകയും വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ വിദഅകളാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു സ്നേഹിക്കാൻ പറഞ്ഞവരെ സ്നേഹിക്കുക എന്നത് അത് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. നമ്മുടെ തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ അല്ലാഹു സ്നേഹിക്കാൻ പറഞ്ഞവരെ സ്നേഹിക്കണം. ഔലിയാക്കൾ മഹാന്മാർ അവരെ സ്നേഹിക്കുക എന്നത് നമ്മുടെ പൂർണ്ണതയുടെ സ്നേഹത്തെ, നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ കാരണങ്ങളാണെന്ന് മനസ്സിലാക്കുകയും ഈ വെറുപ്പ് സഹോദരങ്ങളെ, ഈ ശക്തികളെ എവിടെയാണ് കൊണ്ടെത്തിച്ചതെന്ന് ആലോചിക്കുമ്പോൾ ഇവർ തീവ്രവാദത്തിലേക്കും വർഗീയതയിലേക്കും അക്രമങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നത് വിശ്വാസമാകേണ്ടതിനു പകരം വെറുപ്പ് പ്രകടിപ്പിച്ച ഔലിയാക്കളുടെ വെറുപ്പുകൾ അവർ തീവ്രവാദത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ അടുത്ത് നമ്മൾ വായിച്ചു മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശം, കേരളത്തിന്റെ തന്നെ അതിർത്തി പ്രദേശമായ നിലമ്പൂരിലെ ആറുപാടിച്ചുരം, ആ ചുരത്തിലുള്ള ഒരു വലിയ പകര് രാത്രിയുടെ കൂലിയിൽ 3 ചെറുപ്പക്കാർ വിതഴി പ്രവർത്തകർ തച്ചുടർത്തുകയും അത് പോലീസ് പിടികൂടുകയും ചെയ്തവർ നിറഞ്ഞുന്നതിന്റെ ഫോട്ടോ പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചപ്പോൾ ആ ഔലിയാക്കളോടുള്ള വെറുപ്പ് ഇവരെത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം ഭീകരതയിലേക്കാണ്, തീവ്രവാദത്തിലേക്കാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നാം പ്രകടിപ്പിക്കേണ്ട സ്നേഹം അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവിനോടും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മഹാന്മാരായ ഔലിയാക്കളോടും സ്വഹാബത്തിനോടും അങ്ങനെ തുടങ്ങി നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുകയും ആ സ്നേഹം നിലനിൽക്കുന്ന മനസ്സുകളിൽ നിന്നാണ് ഓർമ്മകൾ ഉണ്ടാകുക. ആ ഓർമ്മകൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് നമ്മൾ ഓർമ്മകൾ ഉണ്ടാകേണ്ടത്? വിശുദ്ധ ഇസ്ലാം ഓർമ്മകളെ പ്രോത്സാഹിപ്പിക്കുകയും മറവിയെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. ഓർമ്മകൾ, ആ ഓർമ്മകൾ നിലനിൽക്കുമ്പോഴേ ഇസ്ലാം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ആ ഓർമ്മകൾ മരിക്കുമ്പോൾ ഇസ്ലാം ഇവിടെ മരിക്കും, ഇസ്ലാമിന്റെ ആത്മീയത മരിക്കും. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും സ്വപ്നം കണ്ടിട്ടുള്ളത്, ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും സ്വപ്നം കണ്ടിട്ടുള്ളത് ഈ മതത്തിന്റെ ആശയ സൗന്ദര്യത്തിനുമേൽ കൈവക്കാൻ കഴിയാതെ മുട്ടുമടക്കേണ്ടി വന്ന ഈ മതത്തിന്റെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവർ പിന്നീട് കണ്ട തന്ത്രങ്ങളും ആവിഷ്കരിച്ച തന്ത്രങ്ങളും ഇവിടെ മുസ്ലിം മനസ്സുകളിൽ നിന്ന് ആത്മീയതയെ കുടിയിറക്കുക എന്നതാണ്. മുസ്ലിം മനസ്സുകളിൽ നിന്ന് ആത്മീയതയെ കുടിയിറക്കിയാൽ വിശുദ്ധ ഇസ്ലാം അവിടെ മരിക്കും. മുസ്ലിം മനസ്സുകളിൽ നിന്ന് ആത്മീയത കുടിയിറങ്ങുമ്പോൾ ഇസ്ലാമിന്റെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇസ്ലാമിനെ നശിപ്പിക്കുവാനും ഇസ്ലാമിനെ കൊല്ലുവാനും അവർ കണ്ട തന്ത്രം ഓർമ്മകളെ നശിപ്പിക്കുക എന്നതാണ്, മറവിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. എന്താണ് ഇവിടെ ഓർമ്മകൾ നിലനിൽക്കുന്നത്? നമ്മുടെ മാതാപിതാക്കളോടുള്ള ഓർമ്മകളാണ്. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി കൂട്ടാവുന്നതും നിക്കർ നടത്തുന്നതും അന്നദാനം നടത്തുന്നതും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും. എന്നാൽ മരണപ്പെട്ട ഉപ്പയുടെ അടുത്തിരുന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന, ആ ഉപ്പയുടെ നാളെയെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന ആ സഹോദരിയെ, മരണം വീട്ടിൽ ഉപ്പയുടെ അടുത്തിരുന്ന് ആളുള്ള സഹോദരിയുടെ കയ്യിൽ നിന്ന് ഖുർആൻ പിടിച്ചു വാങ്ങി മാറ്റിവെക്കുന്ന ഒരു തലമുറ ഇവിടെ ജനിച്ചു വരുമ്പോൾ സഹോദരങ്ങളെ, നമ്മളൊത്തില്ല ഓർമ്മകൾ ഇവിടെ മരിക്കുകയാണ്. പിന്നെ മഹാന്മാരോടുള്ള ഓർമ്മകൾ, ഇസ്ലാമിന്റെ ശത്രുക്കളൊന്നും ഭയപ്പെട്ടിട്ടുള്ളത് സൂഫിയാക്കളെയാണ്.
കാരണം ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഇസ്ലാം മുസ്ലിം മനസ്സുകൾക്കിടയിൽ ഇസ്ലാമിനെ നിലനിർത്തിയത്, ആത്മീയതയെ നിലനിർത്തിക്കൊണ്ടിട്ടുള്ളത് ഇവിടുത്തെ സൂഫിയാക്കളാണ്. മഹാന്മാരായ ആളുകളുടെ ജീവിതമാണ്. മുമ്പങ്ങളുടെ ജീവിതം പഠിക്കുമ്പോൾ, മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതം പഠിക്കുമ്പോൾ എഴുതിയ മുജാഹിദീനും അടക്കമുള്ള അവരുടെ ബൈത്തുകളും മറിക്കുകയും മുസ്ലിം ചർച്ച ചെയ്യുമ്പോൾ, ഇസ്ലാമിക വേദികളിൽ ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം മനസ്സുകളിൽ അല്ലാഹ് എന്ന ഓർമ്മ നിലനിൽക്കുകയും അല്ലാഹ് എന്ന ഓർമ്മ മുസ്ലിം മനസ്സുകളിൽ നിലനിൽക്കുമ്പോൾ ഭൗതികതയ്ക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടാകുകയില്ല. ഭൗതികത പ്രവേശിക്കാതിരിക്കുമ്പോൾ ഇവിടത്തെ ഈ രാജ്യത്ത് നമ്മുടെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കീടങ്ങൾ നടപ്പിലാകുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഓർമ്മപ്പെടുത്തിയ മാനവികത, ആ മാനവികത മുസ്ലിം മനസ്സുകളിൽ നിന്ന് കുടിയിറങ്ങുമ്പോൾ സഹോദരങ്ങളെ ഔലിയാക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ എടുത്തു മാറ്റപ്പെടണം. അതിനെ ഔലിയാക്കളുടെ കബറുദിയാർശിത്വം പറയണം. അവരുടെ കുത്തുബിയത്തും റാബിയും മാലയും മൗലിദുകളും അനുസ്മരണങ്ങളും അവരുടെ ആണ്ടുനേർച്ചകളും അത് വിധേയത്തും ചെറുക്കുമാണെന്ന് പറയണം. അത് പ്രചരിപ്പിക്കുകയും ആ പ്രചാരണത്തിലൂടെ മുസ്ലിം മനസ്സുകളിൽ നിന്ന് ആത്മീയതയുടെ നനവുകൾ ഇവിടെ തുടർന്നു മാറ്റുകയും ഭൗതികതയുടെ വരണ്ട ഭൂമിയിലേക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ മനസ്സുകളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് ഭീകരത തലപൊക്കുന്നത്, ഇവിടെയാണ് മനുഷ്യത്വരഹിതമായ മൃഗീയത തലപൊക്കുന്നത്, ഇവിടെയാണ് മാനവികത തലർന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ആ മനസ്സുകളിൽ അല്ലാഹ് എന്ന ബോധം നഷ്ടപ്പെടുമ്പോൾ, ഭൗതികതയ്ക്ക് സ്ഥാനം നൽകപ്പെടുമ്പോൾ ഇവിടെ മാനവികത ആ മനസ്സുകളിൽ നിന്ന് കുടിയിറങ്ങുകയാണ്. അവിടെ മൃഗീയത ആധിപത്യം ചെലുത്തുകയാണ്. അത് നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയത്. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി അസ്സുൽ മുത്തഖീന ലാ യർഖൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അൻഫാലിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തി. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ ജീവികളിൽ വെച്ച് ഏറ്റവും നിരുദ്ധൻ, അല്ലാഹുവിന്റെ അടുക്കൽ ജീവികളിൽ വെച്ച് ഏറ്റവും നിരുദ്ധനായിട്ടുള്ളവൻ ബുദ്ധിയില്ലാതെ ചിന്ത കൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനപ്പുറം അവന്റെ ജീവിതങ്ങൾ ഉൾക്കൊള്ളാതെ, അവന്റെ യഥാർത്ഥ ജീവിതമാകുന്ന ആഹ്റത്തെ കുറിച്ച് ചിന്തയില്ലാതെ, അതിനെക്കുറിച്ച് ചിന്തയില്ലാതെ മൂല്യങ്ങളെ കണ്ടടക്കുന്ന, അതുപോലെ തന്നെ ധാർമ്മികതയെ കേട്ടില്ലെന്ന് നടിക്കുന്ന മനുഷ്യത്വത്തെ മാറ്റി നിർത്തി മൃഗീയതയ്ക്ക് ആധിപത്യം ചെലുത്തുന്നവർ, മൂല്യങ്ങൾക്കപ്പുറം മൃഗീയതയ്ക്ക് ജീവിതത്തിൽ ഇടം നൽകുന്നവർ, ആത്മീയതയ്ക്കപ്പുറം ഭൗതികതയ്ക്ക് ജീവിതത്തിൽ ഇടം നൽകുന്നവർ, അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ജീവികളിൽ വെച്ച് ഏറ്റവും നിരുദ്ധൻ, ഏറ്റവും പരാജിതൻ, ഏറ്റവും നിന്ദ്യനെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുന്നു ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയ മാലയുടെ തിരസ്കാരങ്ങളുടെ പുതിയ പുതിയ സംഭവങ്ങൾ പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മീഡിയകളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും മാനവികത ഇവിടെ പഠിപ്പിച്ച ജീവിതത്തിൽ ജനിച്ചത് മുതൽ മരണം വരെ, മരണത്തിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്തിയ വിശുദ്ധമായ വിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികളാണ് പലപ്പോഴും ഇത്തരം മൃഗീയമായ പ്രവർത്തനങ്ങളിൽ, പ്രവണതകളിൽ, ഇത്തരം വേണ്ടാത്തരങ്ങളിലും തിന്മകളിലും മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. പത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ 5 പ്രതികളെ നമ്മൾ പിടിക്കപ്പെടുമ്പോൾ അതിൽ ചിലപ്പോൾ 3 പേരും മുസ്ലിം നാമധാരികളായി വരുമ്പോൾ സഹോദരങ്ങളെ, മുസ്ലിം കുടുംബങ്ങളിൽ നിന്നാണ് അധാർമികതയുടെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അധാർമികതയുടെ രോധനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, മാനവികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളിൽ ചരിഞ്ഞു കൂടുന്നത് മുസ്ലിം മാതാപിതാക്കളാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, ഉപ്പയെ അല്ലെങ്കിൽ ഉമ്മയെ, മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കാൻ പോലും നേരമില്ലാത്ത ഒരു മകന്റെ വിവരം നമ്മൾ നേരത്തെ കേട്ടപ്പോൾ സഹോദരങ്ങളെ ഒരനുഭവം കൂടി പറയുകയാണ്. മലപ്പുറത്ത് ഒരു യോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു പാവപ്പെട്ട 85 വയസ്സുള്ള നിസ്കാരത്തഴമ്പുള്ള കല്ല് തുണി ധരിച്ച ഒരു പിതാവ് വന്ന് ഞങ്ങളുടെ നേരെ തിരുപ്പു നീട്ടി കാണിച്ചു തന്നു. എന്നാണ് തിരുപ്പു നോക്കി വായിച്ചു നോക്കുമ്പോൾ അതിലുള്ളത് ആ മലപ്പുറത്തുള്ള ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വൃദ്ധസദനത്തിന്റെ അഡ്രസ്സാണ്. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. 85 വയസ്സുള്ള
വളരെ പ്രായം ചേർന്ന ഒരു വയോവൃദ്ധനായ ഒരു മുസ്ലിം പിതാവ്. ആ പിതാവ് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് വീട്ടിൽ മക്കളില്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 ആൺമക്കളുണ്ട്, അവര് സുഖമായി ജീവിക്കുന്നു. അവരുടെ സുഖത്തിന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വിലങ്ങ് തടിയായപ്പോൾ എന്റെ മക്കൾ എന്നെ ഈ അഡ്രസ് തന്ന് ഇന്ന് മലപ്പുറത്തേക്ക് കണ്ണൂരിൽ നിന്ന് ബസ് കയറ്റി വിട്ടതാണ് എന്ന് ആ പിതാവ് ഞങ്ങളോട് മറുപടി പറഞ്ഞപ്പോൾ, സഹോദരങ്ങളെ, ഒരു മുസ്ലിം കുടുംബത്തിൽ ജീവിതത്തിൽ അല്ലാഹു നൽകിയ സമ്പത്തും മറ്റു സൗകര്യങ്ങളുടെയും പേരിൽ ജീവിതം വെട്ടപിടിച്ചപ്പോൾ ആ ജീവിതത്തിന് വഴിയൊരുക്കിയ പിതാവ് അവരുടെ ജീവിതത്തിന്റെ തടസ്സമാകുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ പച്ചപിടിച്ചു വരുമ്പോൾ നമ്മുടെ വീടുകളുടെ സാഹചര്യങ്ങൾ മാറി നല്ല സുന്ദരമായ ടൈൽസും ഒക്കെ പതിച്ച വീടുകളിലേക്ക് വരുമ്പോൾ അതിന്റെ കോലായിലിരുന്ന് സിറ്റ് ഔട്ടിലിരുന്ന് ആ പഴയ ഊക്കില്ലാത്ത ആരോഗ്യമില്ലാത്ത പിതാവ്, അങ്ങൊന്ന് ഊങ്ങി തുപ്പാൻ കഴിയാത്ത പിതാവ് മുറിക്കാനൊന്ന് മുറിച്ച് തുപ്പിയപ്പോൾ ആ തുപ്പരം ചില തുപ്പുനീരുകൾ, ചില പുള്ളികൾ ആ ടൈൽസിൽ പതിച്ചുള്ളപ്പോൾ ആ പിതാവിന്റെ സ്വന്തം മകൻ ഉപ്പയോട് പ്രാണി പറയുന്നത് തങ്കത്തിൽ തുപ്പാൻ കണ്ട സ്ഥലമെന്ന് പറഞ്ഞ് ആ പിതാവിന്റെ നേരത്തെ കയർക്കുന്ന കുടുംബങ്ങളും മക്കളും നമ്മുടെ നാടുകളിൽ ഇല്ലേ എന്ന സഹോദരങ്ങളെ നമ്മൾ ഓർക്കേണ്ടി വരുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധ ഇസ്ലാം മാതാപിതാക്കളെ കുറിച്ച് നമ്മോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ഈ കാര്യം പറഞ്ഞു. വാത്സല്യത്തോടുകൂടെ മാതാവിന്റെയും പിതാവിന്റെയും മുഖത്തേക്ക് ഒരു കുട്ടി, ഒരു മകൻ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, പരിപൂർണമായ ഒരു ഹജ്ജിന്റെ പുണ്യം ആ സന്താനത്തിന് ലഭിക്കും. തൊട്ടിത്തുളിഞ്ഞ ആരോഗ്യം കഴിച്ച കാണാൻ ഭംഗിയില്ലാത്ത പ്രായം ചെന്ന ഉപ്പയുടെയും ഉമ്മയുടെയും മുഖത്തേക്ക് സന്തോഷത്തോടുകൂടെ എന്റെ ഉമ്മ, എന്റെ ഉപ്പ എന്ന മനസ്സോടുകൂടെ ഒന്ന് നോക്കിയാൽ പരിപൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ സഹാബത്ത് സംശയം ചോദിച്ചു, നബിയേ, ആ ഹജ്ജിന് നമുക്കറിയാം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കണം. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചതിന്റെ പുണ്യം, പ്രതിഫലം ഒരു തവണ ഞാൻ എന്റെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കിട്ടുമെന്നാണോ? റസൂൽ പറഞ്ഞു, അങ്ങനെ തന്നെയാണ്. സഹാബത്ത് കൊണ്ട് ചോദിച്ചു, നബിയേ, പരിപൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം, അത് സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാണ്. അതുപോലെ തന്നെ ജനിച്ച വീണ കുട്ടികളെ പോലെ പാപമുക്തരായി ദോഷങ്ങളില്ലാത്തവരല്ല എന്നതാണ്. ആ ഒരവസ്ഥ എന്റെ പിതാവിന്റെ മുഖത്തേക്ക് ഒരു തവണ ഞാൻ നോക്കിയാൽ കിട്ടുമെന്നാണോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ തന്നെയാണ്. സഹാബത്തിനോട് ചോദിച്ചു, നബിയെ, 100 തവണ ഞാൻ എന്റെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ, ഒരു ദിവസം 100 തവണ ഞാൻ എന്റെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ 100 ഹജ്ജിന്റെ പുണ്യം എനിക്ക് കിട്ടുമെന്നാണോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു അർഹമുർ റഹീമാണ്, അതേ കിട്ടുമെന്ന് തന്നെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുമ്പോ, സഹോദരങ്ങളെ, വാത്സല്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അവസരം അനുഭവിക്കുന്ന ഉപ്പയെയും ഉമ്മയെയും പോറ്റുമ്പോൾ, അതിന് സ്വർഗം പ്രതിഫലം നൽകുമ്പോൾ, ഹജ്ജിന്റെ പുണ്യം നൽകുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ മക്കളാണ് ഇന്നേറെയും സ്വന്തം മാതാവിനെയും പിതാവിനെയും അവരുടെ സഞ്ചാരങ്ങൾക്കും അവരുടെ സ്കൂളുകൾക്കും വിനോദസഞ്ചാരത്തിനും കാലം ഉപ്പയും തടസ്സമാകുമ്പോൾ വാഹനത്തിൽ കയറ്റിയിട്ട് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ഓഫീസിൽ കയറിയിട്ട് ആ ഓഫീസിൽ കയറി ബില്ലടച്ച് അവരതിന്റെ കൂടെ ഒരു പത്രം കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. മരണപ്പെട്ടാൽ ഞങ്ങളെ അറിയിക്കണമെന്നില്ല, നിങ്ങളുടെ പൊതുശ്മശാനത്തിൽ മറവ് ചെയ്യാമെന്ന് പറഞ്ഞ് സ്വന്തം ഉപ്പ മരണപ്പെട്ടാൽ എന്നെ അറിയിക്കേണ്ടതില്ല എന്ന് സമ്മതപത്രം എഴുതി കൊടുത്ത് തിരിച്ചു വരുന്ന മക്കൾ ജീവിക്കുന്ന നമ്മുടെ നാടാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള മക്കളുടെ മറവ് ഇനിയും ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള മക്കളുടെ കടന്നുകയറ്റം ഇനിയും അങ്ങനെയുള്ള മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ സമാധാനിക്കുന്നുണ്ടാകും, എനിക്കെല്ലാം അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെ ഇല്ല എന്ന്. അല്ലെങ്കിൽ നമ്മുടെ അതൊക്കെ അങ്ങ് നഗരത്തിലെയും ഒക്കെ നഗരപ്രദേശങ്ങളിലുള്ള വിവരങ്ങളല്ലേ, അതൊന്നും നമ്മുടെ കുടുംബത്തിലൊന്നും അങ്ങനെ ഉണ്ടാകുകയില്ല എന്ന്. ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ വളരുന്ന മക്കൾ നമ്മളത് ചെയ്യില്ലെന്ന് പറയാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഒരു പറയട്ടെ, എടപ്പാടിനടുത്ത മാറൂർ എന്ന് പറയുന്ന പ്രദേശം ഈ ഒരു മാസങ്ങൾക്ക് മുമ്പ്, ഒരു 3 ആഴ്ച മുമ്പ്
നിങ്ങളൊരു കഴിഞ്ഞ എന്നെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ഈ മാസം 9-ാം തീയതി വ്യാഴാഴ്ചത്തെ പത്രത്തിൽ റിപ്പോർട്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ മാമൂലിലെ പ്രദേശത്ത് റോഡ് സൈഡിൽ കിടന്ന ഒരു പാവപ്പെട്ട വൃദ്ധരായ ഒരു മനുഷ്യൻ മാനസികമായ അസ്വസ്ഥതയുള്ള ഒരു പിതാവ് റോഡിൽ കുഴഞ്ഞു വീണപ്പോൾ മാമൂലിലെ പാവപ്പെട്ട ജനങ്ങൾ ആ മനുഷ്യസ്നേഹികൾ അദ്ദേഹത്തെ എടപ്പാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നാട്ടുകാർക്കറിയാം, അദ്ദേഹത്തിന്റെ സ്വദേശം അറിയാം, മക്കളെ കുറിച്ചറിയാം. അദ്ദേഹത്തിന് 3 മക്കളാണ് ഉണ്ട് എന്ന് തോന്നുന്നു. അവര് നല്ല സാമ്പത്തികമായ അവസ്ഥയുള്ളവരാണ്. ഈ മഹല്ല് കമ്മിറ്റി, മാവൂരിലെ മഹല്ല് കമ്മിറ്റി ആ മക്കളുമായി ബന്ധപ്പെട്ടു. മക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ മഹല്ലിൽ മറവ് ചെയ്തു എന്ന് സ്വന്തം പിതാവിനെ കുറിച്ച് മക്കൾ, സാമ്പത്തികമായ സാഹചര്യങ്ങളുള്ള അഭിവൃദ്ധിയുള്ള മക്കൾ പറഞ്ഞപ്പോൾ ആ മഹല്ല് കമ്മിറ്റി ആ പ്രദേശത്തെ മറ്റു ഇദ്ദേഹത്തിന്റെ സ്വന്തം നാടായ ആ പ്രദേശത്തെ മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു. അവിടുത്തെ ഉസ്താദ് വിളിച്ച് മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ വാപ്പയെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് നിസ്കരിച്ച് മറവ് ചെയ്യേണ്ടതിന്റെ ഏറ്റവും ഉത്തരവാദിത്വം അക്രബുകളായ നിങ്ങൾക്കാണ്, മക്കളായി നിങ്ങൾക്കാണ്, നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ പണ്ഡിതരോടും ആ മക്കൾ പറഞ്ഞത് അവർക്ക് വേണമെങ്കിൽ അവർ മറവ് ചെയ്തോട്ടെ എന്നാണ്. ഞാൻ ഈ പറയുന്നത് അമേരിക്കയിലെ വാർത്തയല്ല, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ വാർത്തയല്ല, പാശ്ചാത്യന്റെ പരിഷ്കൃത ജീവിതത്തിന്റെ വാർത്തകളല്ല സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിലെ നമ്മുടെ മുമ്പിൽ താഴെയുള്ള ഈ എടപ്പാളിന് അടുത്ത പ്രദേശത്ത് ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ഒരു വിവരമാണെങ്കിൽ മുസ്ലിം മക്കളാണ് സ്വന്തം പിതാവിനെ കുറിച്ച് പറയുന്നതെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ അത്തരം മക്കളുകൾ ഉണ്ടാകുകയില്ല എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല. അതുകൊണ്ടാണ് അത്തരം മക്കളുടെ ജന്മം ഈ നാടിൽ ഉണ്ടാകരുത്. വളർന്നു വരുന്ന തലമുറ ആദരിക്കുന്ന മാതാപിതാക്കൾ സ്നേഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തികേടുകളിൽ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, സമൂഹത്തിൽ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ആളുകളുടെ ഇനിയും ആളുകളുടെ കടന്നുവരവ് ഉണ്ടാകാതിരിക്കാൻ മാനവികത കാത്തു സൂക്ഷിക്കുന്ന, മനുഷ്യത്വം സൂക്ഷിക്കുന്ന ഒരു സമൂഹത്തിന്റെ പിറവി അതിനുവേണ്ടിയാണ് യാത്ര നടത്തുന്നത്. ഇത് സമൂഹത്തോട് വിളിച്ചു പറയേണ്ടതല്ലേ? മാനവികതയെ ഉണർത്തുന്നു എന്ന ഈ സമയം അത് സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ? അതിന്റെ ചർച്ചയും അതിന്റെ പ്രചാരണവും അതിന്റെ ഉത്ബോധനവും പ്രകാശനവുമാണ് ആന്തോലവും ഈ പണ്ഡിത നേതൃത്വവും ഈ പ്രാസ്ഥാനിക കുടുംബവും കേരള യാത്രയും അതിന് അനുബന്ധമായ പദ്ധതികളിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നു, സഹോദരങ്ങളെ, മുസ്ലിം സമൂഹം ഇങ്ങനെ വഴിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ഒരു കാര്യം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഉത്തമ സമുദായമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി. നാളെ മക്കളിലെല്ലാ അമ്പിയാക്കളുടെയും സമുദായത്തിനപ്പുറം അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായമാകാൻ ഭാഗ്യം കിട്ടി എന്നതുകൊണ്ട് തന്നെ നാളെ മക്കളിൽ അഭിമാനിക്കാൻ വകുപ്പുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ നിന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിലെ പ്രവർത്തികൾ അപരിഷ്കൃതർ അവരോട് നന്മകളെ പറഞ്ഞപ്പോൾ, ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റാൻ തയ്യാറാകുകയും ആ സംസ്കൃത ജീവിത പരിസരങ്ങളിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരാൻ തയ്യാറായപ്പോൾ ഇന്നത്തെ മനുഷ്യൻ, ഇന്നത്തെ മുസ്ലിം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിഷ്കാരങ്ങളുടെ പേര് പറഞ്ഞ്, ഫാഷന്റെ പേര് പറഞ്ഞ് തിന്മകളെയും നദികളുടെയും അടുക്കള കയറ്റി കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക്, ചെയ്യുന്ന നദികൾക്ക് ന്യായം പറയാനാണ് ഇന്നത്തെ മുസ്ലിമും ഇന്നത്തെ സമൂഹവും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ നമ്മെ നോക്കി, ഈ സമുദായത്തെ നോക്കി അല്ലാഹുവിന്റെ റസൂലെന്ന് അവരാധിപ്പെട്ടിട്ടുണ്ട്. എന്താണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു? സൂറത്തുൽ ഫുർഖാനിന്റെ 30-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടു, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന ഹുജുറാ. എന്റെ സമുദായം അവർ ഖുർആനോട് ചേർത്ത് പിടിച്ച് തിന്മകളെ കൈയൊഴിഞ്ഞ് നന്മകളെ വായിപ്പുറന്ന് എന്നെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകേണ്ട എന്റെ സമുദായം പക്ഷേ ഖുർആൻ ജീവിതമായി ഏറ്റെടുക്കേണ്ടവർ, ഖുർആൻ ജീവിതമായി കാണേണ്ടവർ, ഇന്ന
قومي اتخذوا هذا القرآن مهجورا. എന്റെ സമുദായം വിശുദ്ധ ഖുർആനിനെ അവരവതരിച്ചിരിക്കുന്നു, അവർ കത്തിക്കളഞ്ഞിരിക്കുന്നു, അവർ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സങ്കടം പറയുന്നത് ഈ ഉത്തമ സമുദായത്തെ കുറിച്ച് അല്ലാഹുവിനോട് ആശങ്കപ്പെടുന്നത്, അല്ലാഹുവിനോട് സങ്കടം പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായം അവരാണ് നെറികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മെക്കുറിച്ചാണ് അല്ലാഹു വേവലാതി പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സങ്കടം പറയുന്നത് നമ്മൾ ഓർക്കില്ല. ഞാൻ ചുരുക്കുന്നു, വിശുദ്ധ ഖുർആൻ അത്തരക്കാരെ കൊടുക്കുന്നത് ഞാൻ പറയുന്നത്, ഞാൻ ചുരുക്കുന്നു സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഭക്ഷണം കൊണ്ട്, അല്ലാഹുവിന്റെ വെള്ളം കുറിച്ച്, അല്ലാഹു നൽകിയ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട്, അല്ലാഹു നൽകുന്ന ഭൂമിയിൽ വെച്ച്, അല്ലാഹു നൽകുന്ന സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല, എല്ലാം അല്ലാഹുവിൻ്റെതാണ്. അതുകൊണ്ട് അതൊരു ചെറിയ പണി വന്നാൽ പരിഹാരം നമ്മുടെ കയ്യിലില്ല, ചെറിയ ഒരു രോഗം വന്നാൽ പരിഹാരം നമ്മുടെ കയ്യിലില്ല. ലക്ഷങ്ങൾ മുടക്കിയാലും ചിലപ്പോ ഫലം അതിന് നിരാശയാകുമ്പോൾ എന്റെ കയ്യിൽ പണമുണ്ട്, എന്തു പറ്റിയാലും അത് നികത്താൻ എനിക്ക് കഴിയുമുണ്ട്, നമുക്ക് ധിക്കാരം പറയാൻ നമുക്ക് കഴിയില്ല. പണം ഒന്നിത്തെയും പരിഹാരമല്ല. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആരോഗ്യവും ധരിക്കുന്ന മനസ്സിന്റെ മനസ്സിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നാം കേൾക്കുന്ന വാർത്തകൾ നമുക്കറിയാം. ആരോഗ്യമുള്ളവനാണെന്ന് നമ്മൾ കണ്ടവർ ഒരു വേള നമ്മൾ കേൾക്കുന്നത് ഒന്നങ്ങൾ കുഴഞ്ഞു വീണു, ഹോസ്പിറ്റലിലേക്ക് എത്തിയില്ല, എല്ലാം കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോ നമ്മുടെ തടി കണ്ടുകൊണ്ട് ആരോഗ്യമുണ്ടെന്ന് പറയാൻ കഴിയില്ല, നമ്മുടെ സമ്പത്ത് കൊണ്ട് ധിക്കാരം പറയാൻ നമുക്ക് കഴിയില്ല, എനിക്ക് എന്തുമാകാമെന്ന് വിചാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹു നൽകുന്ന വെള്ളം, അല്ലാഹു നൽകുന്ന ഭക്ഷണം, അല്ലാഹു നൽകുന്ന ആരോഗ്യം, അല്ലാഹു നൽകുന്നതാണ് സർവ്വവും സമ്പത്തും എല്ലാം. അതുകൊണ്ട് തന്നെ ആ റബ്ബിനോട് സ്നേഹം കാണിക്കേണ്ടതുണ്ട്, അല്ലാഹുവിനെ നന്ദി ചെയ്യേണ്ടതുണ്ട്. അവരോടുള്ള നന്ദി അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കലാണ്. ഞാനൊരു കാര്യം പറയുന്നു, നമ്മുടെ വീട്ടിൽ നമ്മളൊരു നായയെ വളർത്തുന്നു എന്ന് സങ്കല്പിക്കുമ്പോ ആ നായ എന്തോ ഒരു വികൃതി കാണിക്കുമ്പോ ദേഷ്യം പിടിച്ച് നമ്മൾ ആ നായ ഒന്ന് വെച്ചു, വേദനയോടുകൂടെ മുറിവെത്തിയ കാലുമായി മുറ്റത്തൊരു മുറിയിലോ എന്ന് കിടക്കുമ്പോ ഉത്തരത്താണിയിൽ പോയി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഗേറ്റ് കടന്നു വരുന്ന നമ്മളെ കാണുമ്പോൾ ആ നായ ചിന്തിക്കുന്നത്, ആ കടന്നു വരുന്നത് എനിക്ക് വെള്ളം തരുന്നവനാണ്, എനിക്ക് ഭക്ഷണം തരുന്നവനാണ്, എനിക്ക് വീടുണ്ടാക്കി തന്നവനാണ്, എന്നെ പരിചരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് വെള്ളം തരുന്ന, എനിക്ക് ഭക്ഷണം തരുന്ന, എന്നെ പോറ്റുന്ന, എന്നെ സംരക്ഷിക്കുന്ന ആയുധമാരനോട് മനുഷ്യനോട് എനിക്ക് നന്ദി കാണിക്കണം എന്ന് വിചാരിച്ച് നാം ഉൾപ്പെടുത്തിയ ആ കാലുമായി കൊക്കി വന്നുകൊണ്ട് അതിന്റെ നന്ദിയായി മിണ്ടാപ്രാണിയായ തൊട്ടാലും പ്രാവശ്യം അതിൽ പ്രാവശ്യം വന്നുകൊണ്ട് കഴുകണമെന്ന് പറഞ്ഞ തിരിച്ചറിവില്ലാത്ത വിവേകമില്ലാത്ത നായ അതിന്റെ നന്ദിയായി വാലാട്ടിയിട്ട് അതിനെ തിന്നാൻ കൊടുക്കുന്ന, അതിനെ പരിപാലിക്കുന്ന നമ്മോട് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, വെള്ളം തരുന്ന അല്ലാഹു, ഭക്ഷണം തരുന്ന അല്ലാഹു, ആരോഗ്യം തന്ന അല്ലാഹു, സമ്പത്ത് തന്ന അല്ലാഹു, ആ അല്ലാഹുവിനോട് അവന്റെ മുന്നിൽ വെച്ച് അവന്റെ വെള്ളം കൊടുത്ത് അവന്റെ ഭക്ഷണം കൊടുത്ത് അവന്റെ ആരോഗ്യം കൊണ്ട് അല്ലാഹുവിനെതിരെ ചെയ്യുമ്പോൾ, അല്ലാഹുവിന് നന്ദിയോട് ചെയ്യുമ്പോൾ ഞാനോ നിങ്ങളോ ഈ നായകോ നല്ലത് എന്നാലോചിക്കണം. അതാണ് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർ, അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർ അവർ മൃഗങ്ങളെ പോലെയാണ്. ഉടനല്ലാഹു തിരുമുകയാണ് മൃഗങ്ങളോട് ഈ നിജിത്ത ജീവികളെ രണ്ട് കാര്യം നടക്കുന്ന അവരൊക്കെ പോലെ നാണിപ്പിക്കുന്ന, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന, ഭിന്നതയോടെ ജീവിക്കുന്ന ഈ നിജിത്ത ജീവിയെ ഒരിക്കലും നായയോട് ഉപമപ്പെടുത്തിക്കൂടാ, നാൽക്കാലികളോട് ഉപമപ്പെടുത്തിക്കൂടാ. കാരണം നായക്ക് നന്ദിയുണ്ട്, നാൽക്കാലിക്ക് നന്ദിയുണ്ട്, മിണ്ടാപ്രാണിക്ക് നന്ദിയുണ്ട്. അതാണ് ഈ
നായിലൂടെ നമ്മൾ കാണുമ്പോൾ ആ നന്ദിയില്ലാത്തവനാണ്, ആ നന്ദി പോലും കാണിക്കാത്ത നന്ദി കെട്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ട് ഖുർആനിലൂടെ തിരിച്ചു പറഞ്ഞു, അവർ മനുഷ്യരെ പോലെയുമല്ല, അവര് മൃഗങ്ങളെക്കാൾ പഠിച്ചവരാണ്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്, മുസ്ലിം സമുദായം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മൃഗങ്ങളെ പോലെ നാണിപ്പിക്കുന്ന രൂപത്തിൽ നേരാൻ വിട്ട പയ്യനെ കയറി ബലാത്സംഗം ചെയ്തവൻ, ലൈംഗികതയ്ക്ക് വേണ്ടി ഇരയാക്കിയവൻ, നാം ഈ അടുത്ത് തളിപ്പറമ്പിൽ നിന്ന് ഒരു നികൃഷ്ട ജീവിയുടെ വാർത്ത നമ്മൾ പത്രത്തിലൂടെ വായിച്ചപ്പോ ആൾക്കാർക്ക് പോലും നേരാൻ അവസരം കൊടുക്കാത്ത വിധം സഹോദരങ്ങളെ ഈ സമൂഹത്തിൽ നികൃഷ്ടത മൃഗീയത പുലർത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് ഈ മനുഷ്യൻ ഇവിടെ വളരുന്നത് അവർ നന്മയെ പഠിക്കണം, അവർ മനുഷ്യത്വത്തെ പഠിക്കണം, അവർ മൃഗീയതയെ മാറ്റണം, അവർ മാനവികതയെ ഉൾക്കൊള്ളണം, അധാർമികതയെ തിരുത്തണം, ധാർമ്മികതയെ ഏറ്റെടുക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ തിരിച്ചറിവുള്ള ചിന്താശേഷിയുള്ള വളർന്നാൽ മലക്കുകളെക്കാൾ ഉയരാൻ കഴിയുന്ന മനുഷ്യൻ ജീവിതങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയതയ്ക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് അവൻ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കണം. ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ സമൂഹത്തെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് കേരള യാത്രയുടെ ഭാഗമായി ഈ സമ്മേളനങ്ങളിലൂടെയും മറ്റും ഈ പ്രമേയത്തിന്റെ ചർച്ചയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട കാന്തപുരമുക്കാരും സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാരും സഹോദരങ്ങളെ ലക്ഷ്യം കാണുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം 60ഉം 70ഉം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് ഉത്തരത്താണിലേക്ക് യാത്ര ചെയ്യാൻ പോലും നമുക്ക് കഴിയാത്തൊരു സാഹചര്യങ്ങൾ വരുമ്പോ 70 കഴിഞ്ഞ നമ്മെ പോലെ തന്നെ പ്രായങ്ങളുള്ള നേരത്ത ബഹുമാനപ്പെട്ട ശൈഖുന പ്രായത്തിന്റെ പ്രയാസങ്ങളിലും ഈ സമൂഹത്തിന്റെ വേദനയറിഞ്ഞ് ഈ സമൂഹത്തിന്റെ നഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന് മനുഷ്യത്വം പഠിപ്പിക്കാൻ ഈ ഒരു പദ്ധതിയുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ഒരു പ്രമേയം ചർച്ച ചെയ്തുകൊണ്ട് കേരള യാത്രയും അനുബന്ധ ക്യാമ്പയിന്റെ പദ്ധതികളുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ശൈഖുനാകും ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിപ്ലവാത്മക മുന്നേറ്റത്തിനും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ മുഴുവൻ സഹകരണങ്ങളും കരുത്തായി യാത്രക്കും അതിന്റെ അനുബന്ധ പദ്ധതികളും ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അതിന്റെ സ്വീകരണ സമ്മേളനം നമ്മുടെ അടുത്ത് വളാഞ്ചേരിയിലും മറ്റുമൊക്കെ നടക്കുമ്പോൾ അനുബന്ധ പരിപാടികൾ അടുത്ത ദിവസങ്ങളിലായി കടന്നു വരുമ്പോൾ മുഴുവൻ ഇടങ്ങളിലും നിങ്ങളുടെ സാന്നിധ്യങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി 28-ാം തീയതി തിരുവനന്തപുരത്ത് ആ യാത്രയുടെ മഹാസമ്മേളനത്തോടുകൂടെ സമാപിക്കുമ്പോൾ അതിൽ നിങ്ങളും കഴിയുന്നവരൊക്കെ അതിൽ ബിന്ദുക്കളായി തീരാൻ എത്തണമെന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം ബഹുമാനപ്പെട്ട ശൈഖുനാകും ധാർമ്മികരും അവരുടെ തലയ്ക്ക് കീഴിലായി പണ്ഡിത നേതൃത്വത്തിന് കീഴിലായി ഈ സംഘകുടുംബത്തിനും നമുക്കും അല്ലാഹു ദീനിനു വേണ്ടി ഈ സമൂഹത്തിനു വേണ്ടി മനുഷ്യത്വത്തിനു വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അല്ലാഹു നമുക്കും അവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ആത്മീയ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞവർ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞവർ, നമ്മുടെയൊക്കെ മഹല്ലുകളിൽ നിന്ന് വിട പറഞ്ഞവർ, അതുപോലെ രോഗികളായി കിടക്കുന്നവരുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണമ്പാറ മഹല്ലിലെ സഹോദരൻ ഹോസ്പിറ്റലിലാണ്, അദ്ദേഹത്തിന്റെ രോഗം പരിപൂർണമായി ശരിയാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പണ്ഡിത നേതൃത്വം, അതുപോലെ തന്നെ കാരണവന്മാർ, നമ്മുടെ ഈ കുടുംബത്തിൽ ആത്മീയ കുടുംബത്തിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിടപ്പെട്ടവർ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.